വേറെ കുഴപ്പമൊന്നുമില്ല അജിത്തിന്റെ അമ്മേ. ഈ കുട്ടി നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്, എന്നാലും ഇടയ്ക്ക് കുറച്ച് കുസൃതിയുണ്ട്. വീട്ടിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ട്യൂഷന് വിടണോ ടീച്ചറെ? വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. LKG അല്ലേ ആയുള്ളൂ. വീട്ടിൽ ഇരുത്തി അമ്മമാര് നല്ലപോലെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവനെ കൊണ്ടുപോക്കോ. ഓക്കെ കുട്ടാ. എന്തിനാ മഹാലക്ഷ്മി കരയുന്നേ? ഇന്ന് PTA മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അമ്മക്ക് മെസ്സേജ് അയച്ചതാണല്ലോ. ഡയറിയിൽ എഴുതി വിട്ടു. എന്നിട്ട് അതൊന്നും കണ്ടില്ലേ? കണ്ടെങ്കിൽ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാരും പോയില്ലല്ലോ, ടീച്ചർ ക്ലാസ്സിലല്ലേ. പിന്നെ എന്തിനാ കരയണേ? മഹാലക്ഷ്മി ആദ്യം കരച്ചിൽ നിർത്ത്. മക്കളെ, ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാണാതായപ്പോഴേക്കും ദേ ഇവര് കരച്ചിൽ തുടങ്ങി. അയ്യോ മിസ്, ഞാൻ ലേറ്റ് ആയോ? ഇല്ല, 4 മണി വരെ ഉണ്ടല്ലോ ഓപ്പൺ ഹൗസ്. പിന്നെയാണെങ്കിലോ എല്ലാ കുട്ടികളുടെ അച്ഛനും അമ്മയും വന്ന് നേരത്തെ പോയി, അതുകൊണ്ടാണ് ഇവര് കരഞ്ഞത്. മിസ്, ഇവരെങ്ങനെയുണ്ട് ക്ലാസ്സിൽ? ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് പരീക്ഷയുടെ റിസൾട്ടിനെ പറ്റി പറയാം. കുണുക്കൻ എല്ലാത്തിനും A+ ഉണ്ട്. കുണിക്ക് ഒരെണ്ണത്തിന് മാത്രം A+ ഇല്ല, B+ ആണ്. വേറെ എല്ലാത്തിനും A+ ഉണ്ട്. പഠിക്കാനൊന്നും വലിയ കുഴപ്പമില്ല. ഓ, ആശ്വാസമായി. താങ്ക് യു മിസ്. വീട്ടിലാണെങ്കിൽ ഹോംവർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാ. ഞാൻ പിന്നെ പുറകെ നടന്ന് ശല്യം ചെയ്താലേ ഒന്ന് ഇരിക്കുള്ളൂ. അത് സാരമില്ല, കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. അതല്ല മിലന്റെ അമ്മേ, വേറൊരു കാര്യം കൂടി അത്യാവശ്യമായിട്ട് പറയാനുണ്ട്. എന്താണ് മിസ്? ഇവരെ പറ്റി മറ്റു കുട്ടികളുടെ പാരൻസിന് കംപ്ലൈന്റ് ഉണ്ട്. ഈ മഹാലക്ഷ്മി ആണെങ്കിൽ കുട്ടിയുടെ മുടി പിടിച്ച് വലിക്കുക, കണ്ണിട്ട് കുത്തുക, അവരുടെ പെൻസിൽ ഒടിക്കുക, അങ്ങനെയൊക്കെ എല്ലാ ദിവസവും ചെയ്യും. എനിക്കാണെങ്കിൽ ഇതിന്റെ പുറകെ നടക്കാനേ നേരുള്ളൂ. മിലനാണെങ്കിലോ പിള്ളേരെ ഓടിച്ചിട്ട് കടിക്കുക, അങ്ങനെയൊക്കെയാണ് ഇവന്റെ പരിപാടി. ഞാൻ ഇത്രയും നാള് ഗീത മാഡത്തിനൊന്നും അറിയിച്ചിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, പരാതി കൂടി വരുക. അയ്യോ മിസ്, എന്താ പറഞ്ഞു? ഇവര് കുട്ടികളെ ഉപദ്രവിക്കുമെന്നോ? വീട്ടിലങ്ങനെ ഉപദ്രവമൊന്നും ഇല്ല, വഴക്കൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാ ഇവിടെ ഉണ്ട്. ഓരോ ദിവസം വാട്സപ്പിൽ ഇവരെ പറ്റിയുള്ള കംപ്ലൈന്റ് വരുക. ഞാൻ ഇത്രയും നാൾ പറയണ്ടെന്ന് കരുതി. ഇനിയിപ്പൊ പറയാതെ നിവർത്തിയില്ല. കുട്ടികളെ വീട്ടിൽ പോയി പറഞ്ഞ് മനസ്സിലാക്കണം. സ്കൂളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്താ കുട്ടികളെ കേൾക്കുന്നത്? നിങ്ങൾ മറ്റു കുട്ടികളെ ഉപദ്രവിക്കോ? എന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് ഇതൊന്നും പറയാറില്ലല്ലോ. എന്താ ഇത്? മഹാലക്ഷ്മി നുണ പറയുന്നോ? നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരാ? ടീച്ചർ എന്തായാലും നുണ പറയൂലേ. ഇനി മേലെ ഒരു കുട്ടികളെ ഉപദ്രവിക്കരുത് കേട്ടോ. അതൊക്കെ ഇവര് വെറുതെ പറയുന്നതാ. ശരിക്കും ഇവരാണ് പ്രശ്നം ഉണ്ടാക്കാറുള്ളത്. എന്തായാലും അതൊന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മറ്റു പാരന്റ്സിന് ബുദ്ധിമുട്ടുണ്ടായാലേ പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. ശരി ടീച്ചറെ, ഇവരിനി ആരും ഉപദ്രവിക്കില്ല. ഞാൻ നോക്കിക്കോളാം. ഓക്കെ, രണ്ടും വീട്ടിലേക്ക് വാ, ഞാൻ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു? മിണ്ടരുത്. ആ ടീച്ചർ പറഞ്ഞിട്ട് എന്റെ തൊലി ഉലിഞ്ഞു പോയി. വാട്സപ്പ് മുഴുവൻ നിങ്ങളെ പറ്റിയുള്ള കംപ്ലൈന്റ് ആണ് മറ്റു പാരന്റ്സ് പറയുന്നത്. ദൈവമേ, നിങ്ങളോട് ആര് പറഞ്ഞു മറ്റു കുട്ടികളെ ഉപദ്രവിക്കാൻ? എന്നിട്ട് അങ്ങനെയല്ലല്ലോ മിസ് പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ? പെൻസിൽ ഒടിച്ച് കളയും, കണ്ണീട്ട് കുത്തും, ഓടിച്ചിട്ട് കടിക്കും, മുടി അഴിക്കും. എന്റെ ദൈവമേ, റൗഡി പിള്ളേര്. നിങ്ങളെ ഞാൻ പഠിക്കാനല്ലേ വിട്ടേക്കണത്, അല്ലാതെ ഇമാതിരി വേലത്തരം കാണിക്കാനാണോ? വിശക്കുന്നു, എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത്. വേഗം വീട്ടിലേക്ക് വാ. ആഹാ, ബിരിയാണി മാത്രം ആക്കുന്നില്ല, കുറച്ച് പായസം കൂടി ആയിക്കോട്ടെ. ഇതേ കുണിക്ക് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നടക്കങ്ങോട്ട്. അച്ഛനോട് മര്യാദക്ക് ഞാൻ പറഞ്ഞതാ എന്റെ കൂടെ വരാൻ. അച്ഛന് നേരെയില്ല, കടയിൽ നിന്ന് ഇറങ്ങാൻ നേരെയില്ല. അച്ഛനായിരുന്നു ഇതൊക്കെ കേൾക്കേണ്ടത്. അമ്മേ, ദാ നിക്കണതാ മഹാലക്ഷ്മി. അവളെ എന്റെ കണ്ണീട്ട് കുത്തിയേ. ഓഹോ, അതാണല്ലേ. അവളുടെ അമ്മയുണ്ടല്ലേ കൂടെ. അങ്ങോട്ട് നടക്കെന്റെ ചൊക്കി, ഞാൻ ചോദിക്കട്ടെ. മഹാലക്ഷ്മിയുടെ അമ്മയാണോ? അതെല്ലോ. മോള് മഹാലക്ഷ്മിയുടെ ക്ലാസ്സിൽ പഠിക്കുന്നതാണോ? അതെ, ഞാൻ ആന്റീനെ കാണാൻ വന്നതാ. എന്നെ കാണാനോ? എന്തിനാ മോളെ? ഞാൻ പറയാം, എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ മോളെ ഇത്തിരി മര്യാദ പഠിപ്പിക്കണം. ഒരു ദിവസം വന്നപ്പോഴേ എന്റെ കുഞ്ഞിന്റെ കണ്ണ് മുഴുവൻ ചുമന്നിരിക്കുക. നോക്കുമ്പോ ഈ മഹാലക്ഷ്മി പെൻസിലുകൊണ്ട് കുത്തിയെന്നാ പറഞ്ഞത്. ഞാൻ ടീച്ചറിനെ വിളിച്ച് വഴക്ക് പറഞ്ഞു. ടീച്ചർ നിങ്ങളെ വിളിക്കാൻ പോയതാ. ഒരു തവണത്തേക്ക് ക്ഷമിച്ചെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പോയപ്പോ ഈ മിലൻ അവിടെ മുതുകത്തിട്ടിടിച്ചിട്ട് കുഞ്ഞിന് ശ്വാസം മുട്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരണമെന്ന് കരുതിയതാ. പിന്നെ കുഞ്ഞുങ്ങളല്ലേന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. പിന്നെ നേരിട്ട് കണ്ടുകൊണ്ടാ ഇതൊക്കെ പറയുന്നേ. ദൈവമേ, കണ്ണീട്ട് കുത്തിയോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? നല്ല വേദന ഇരുന്നു ആന്റി. ദൈവമേ, ഇവര് ക്ലാസ്സിൽ ഇങ്ങനെ കുസൃതിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്തായാലും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കണ്ണിന് വേറൊന്നും പറ്റിയില്ലല്ലോ. സോറി ഇട്ടോ ചൊക്കി. ആന്റി വേണമെങ്കിൽ ഇതേ ഈ കുണിക്കീനെ കൊണ്ട് സോറി പറയിപ്പിക്കാം.
എന്താ നീ സോറി പറയില്ലെന്ന് പറഞ്ഞ? നീ അല്ലേ ആ കൊച്ചിന്റെ കണ്ണിട്ട് കുത്തിയേ? ഇവളെന്നെ ഊളിക്കൊണ്ട് സ്റ്റിക്കർ എടുത്തിട്ട് ഞാൻ ഇതിൽ തരൂലെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മോളെ, സ്റ്റിക്കർ എടുത്തെങ്കിലേ അത് ടീച്ചറിനോട് പറഞ്ഞ് വാങ്ങിപ്പിക്കണം. അല്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെ കണ്ണിട്ടൊക്കെ കുത്തുവാണോ വേണ്ടത്? ഈ ചൊക്കിയുടെ ബാഗ് തുറന്നു തുറന്നു നോക്കിട്ട് ഞാനൊന്നും എടുത്തില്ലല്ലോ. അത് ഞാൻ കണ്ടിട്ട് കുത്തലുകൊണ്ടല്ലേ. ദൈവം, ഈ കുണിക്ക് പറയണ കേട്ടില്ലേ, കണ്ണിട്ട് കുത്തണത് കൊണ്ടാണെന്ന്. എന്റെ പൊന്നു കുണിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ശരിയാണോ തെറ്റാണോ? മഹാലക്ഷ്മി, ബാഗ് തുറക്കണ തെറ്റ് തന്നെയാണ്, അയാളോട് ചോദിക്കാതെ. എന്ന് കരുതി കണ്ണിട്ട് കുത്തണ ശരിയാണോ തെറ്റാണോ? തെറ്റാണെങ്കിൽ സോറി പറ. ഞാൻ നിന്റെ ബാഗ് തുറന്നല്ലാണ്ട് ഒന്നും എടുത്തില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ സോറി പറയണേ? അയ്യോ എന്റെ കുണിക്ക്, നീ അല്ലേ കണ്ണിട്ട് കുത്തിയ, നീ സോറി പറ. അതൊക്കെ പോട്ടെ, ഈ മിലൻ എന്റെ കുഞ്ഞിന്റെ മുതുകത്ത് ഇടിച്ചു, അതെന്തിനാ? ഈ ചോക്കിന്റെ പെൻസിലും ബോക്സും ബാഗും പിന്നെ നെഞ്ച് ബോക്സും പിന്നെ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം എടുത്തു. നീ അങ്ങനെ ചെയ്തോ ജോക്കി? അമ്മ, ഞാൻ നോക്കിയത് നല്ലതാണോ? നീ എന്താ ഞങ്ങളുടെ ബാഗ് പരിശോധിക്കണേ? ഞാൻ ഇനിയും പരിശോധിക്കും. എന്നെ നിങ്ങൾക്ക് എന്താ? അല്ല, ഞാൻ ഇനി ഇടിക്കും. വാ ജോക്കി, നമുക്ക് പോകാം. ഇനി ഇവിടെ നിന്ന് ഈ പിള്ളേർ ഇടിക്കും. നമുക്ക് പ്രിൻസിപ്പലിനോട് പരാതി പറയാം. അയ്യോ പോകല്ലേ, നിക്ക്. അയ്യോ, പ്രിൻസിപ്പലിനോട് പരാതി പറയില്ലേ? അത് പോട്ടെ, ഞാൻ പ്രിൻസിപ്പലിനെ നല്ല ഇടി കൊടുക്കും. പ്രിൻസിപ്പലിന് ഇടി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്റെ കുണിക്ക് ഇനി ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടേ അറിയാം. ദൈവമേ, ഞാൻ വൈകി വന്നത് നന്നായി. നേരത്തെ വന്നിരുന്നെങ്കിലേ ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് ഇതുപോലെ വന്നേനെ. എന്റെ പൊന്നു പിള്ളേരെ, ഞാൻ ഇവിടെ വന്നിട്ട് ആരും നിങ്ങളെ പറ്റി നല്ലത് പറയുന്നില്ലല്ലോ. ഓ, ഞാൻ ഇനി സ്കൂൾ മാറ്റേണ്ടി വരുമോ? മിലൻ മാധവ്, മഹാലക്ഷ്മി, നിങ്ങളുടെ അമ്മയാണോ ഇത്? അതെ സാറേ. അമ്മയുടെ മാസ്റ്റർ ഓർമ്മയുണ്ടോ? ഗുഡ് ഈവനിങ് സാർ. ഞാൻ ക്ലാസ് ടീച്ചറിനെ മാത്രമാണ് കണ്ടത്. കുട്ടികൾ എങ്ങനെയുണ്ട് ക്ലാസ്സില്? പഠിക്കാൻ ഓക്കെയാണ്. ഞാൻ അത് പറയാനല്ല വന്നത്. എന്ത് പറ്റി സാർ? എന്റെ പൊന്നെ, ഈ 2 കുട്ടികളെ മേയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട അവാർഡ് തരാൻ പോവുക. 20 വർഷമായി ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇതുപോലൊരു കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞാൽ തീരെ അനുസരണയില്ല. എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഈ മഹാലക്ഷ്മി ഒരു വലിയ വായി കരയാൻ തുടങ്ങും. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മിലനാണെങ്കിൽ എല്ലാരും ഓടിച്ചിട്ട് പിടിച്ചിടിക്കും. സാർ, അത് വീട്ടിലിവരിങ്ങനെയൊന്നും അല്ല. എനിക്ക് തോന്നുന്നില്ല. വീട്ടിലെ ശീലമാണ് കൂടുതലും കാണിക്കുന്നത്. നിങ്ങൾ കുട്ടികളെ വീട്ടിലിരുത്തി മര്യാദ പഠിപ്പിക്കണം കേട്ടോ. അതെ സാർ. ഗുഡ് ഈവനിങ് സാർ, ഞാനിവിടെ ഫാദറാണ്. കണ്ടതിൽ സന്തോഷം. എന്തായാലും ഞാൻ കുട്ടികളുടെ അമ്മയോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഫോളോ ചെയ്യണം. ഓക്കെ? എടി, എന്ത് പറഞ്ഞു നമ്മുടെ മക്കളെ പറ്റി? ഇവർക്ക് നല്ല മാർക്കൊക്കെ തന്നെ ഇല്ലേ? എന്റെ ബുദ്ധിയാണ് ഇവർക്കെന്ന് അറിയാം. എന്റെ അതേ സ്വഭാവമാണ് ഇവർക്ക്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. നിങ്ങളുടെ അതേ സ്വഭാവമായി ഇവർക്ക്. നാളെ പ്രിൻസിപ്പലിന്റെ റൂമിലോട്ട് ചെന്നോ. പ്രിൻസിപ്പൾ അതെന്തിനാടി? ഈ കുണുക്ക് ഈ ക്ലാസ്സിലെ പെൺപിള്ളേരുടെയൊക്കെ കണ്ണിട്ട് കുത്തിയും മുടി വിളിച്ച് വലിച്ചും ഈ കുണുക്കനാണെങ്കിൽ എല്ലാവരും ഓടിച്ചിട്ടടിച്ചും അങ്ങനെ പരാതികൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാ ഗുണവും നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെ റൂമിൽ കൂടി പോയതെന്ന് പറഞ്ഞാൽ മതി. മക്കളെ,